നമ്മൾ അടുത്തത് നോക്കുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ് ടർബൈൻസിലുള്ളത് May 2019 ആൻഡ് ഇൻ 2018 ഡിസംബറിലെ എക്സാമിനും ഇതുമായിട്ട് ഇതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് വാല്യൂസ് മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ആൻ ഓപ്പൺ സൈക്കിൾ കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ, എയർ എൻ്റർ ദി കംപ്രസർ അറ്റ് 1.02 bar and 27 degrees Celsius. The pressure of air after compression is 4.08 bar. The isentropic efficiencies of turbine and compressor are 80% and 85% respectively. The air-fuel ratio used is 80:1. ആ ഒരു സെക്ഷനിലാണ് ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഡിഫറൻ്റ് ആവുന്നത്. ഓക്കെ, ഫൈൻഡ് ദി പവർ ഔട്ട്പുട്ട് ആൻഡ് ദി തെർമൽ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ if the flow rate of air is 2.5 kg per second. Take Cp is equal to 1 kilojoules per kilogram Kelvin and gamma is equal to 1.4 for air and gases. Okay. And the calorific value of fuel is given as 41720 kilojoules per kilogram. So ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും അത് ആദ്യമേ ഏത് സൈക്കിളിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കംപ്രസറും ഒരു ടർബൈൻ്റെയും കേസ് മാത്രമേ പറയുന്നുള്ളൂ. ദർ ഇസ് നോ റീഹീറ്റിംഗ്, ഇൻ്റർകൂളിംഗ് അങ്ങനത്തെ യാതൊരു പ്രോസസ്സും പറയുന്നില്ല. സോ ഇറ്റ്സ് ആൻ ഐഡിയൽ ഗ്യാസ് ടർബൈൻ, സിമ്പിൾ ഗ്യാസ് ടർബൈൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ഡ്രോ ദി TS ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ദി സിമ്പിൾ ഗ്യാസ് ടർബൈൻ പ്ലാന്റ്. നമുക്ക് രണ്ട് പ്രഷേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, P1 ആൻഡ് P2. P2 is equal to P3 and P1 is equal to P4 and P4' എല്ലാം ഒരേ പ്രഷർ തന്നെയാണ്. സോ ഗിവൺ ഡേറ്റാസ് ഓരോന്നായിട്ട് എഴുതുക. P1 27 degree Celsius is equal to 300 Kelvin. ആൻഡ് P2 ഉണ്ട്. എഫിഷ്യൻസി ഓഫ് കംപ്രസർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ടർബൈൻ രണ്ടും ഐസെൻട്രോപിക് എഫിഷ്യൻസി ആണ് ഗിവൺ തന്നിട്ടുള്ളത്. ദെൻ വി ഹാവ് ദി എയർ ഫ്യൂൽ റേഷ്യോ. ഓക്കെ, എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും മാസ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്യൂൽ. എയർ ഫ്യൂൽ റേഷ്യോയും ഉണ്ട്, ഫ്യൂൽ എയർ റേഷ്യോയും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നത് എയർ ഫ്യൂൽ റേഷ്യോ ആണ്, മാസ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്യൂൽ. അതിൻ്റെ വാല്യൂ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് മാസ് ഓഫ് ഫ്യൂൽ ഇസ് ഈക്വൽ ടു 80 MA divided by 18 എടുക്കാം. ദാറ്റ്സ് മാസ് ഓഫ് എയർ ഡിവൈഡ് ബൈ 80. ദെൻ ദി ഫ്ലോ റേറ്റ് ഓഫ് എയർ, മാസ് ഓഫ് എയർ തന്നിരിക്കുന്നത് 2.5 kg/s എന്നാണ്. ഓക്കെ, എയറിൻ്റെ മാത്രമായിട്ടുള്ള മാസ് ഫ്ലോ റേറ്റ് തന്നേക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മാസ് ഓഫ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? റേഷ്യോ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് എത്രത്തോളം മാസ് ഓഫ് ഫ്യൂവലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 0.03125 സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസറാണ്. ദെൻ ദ Cp ഓഫ് എയർ ഈസ് ഗിവൺ ആൻഡ് ഇറ്റ് ഈസ് സെയിം ആസ് Cp ഓഫ് ഗ്യാസ്. Cp is equal to 1 kilojoules per kilogram for both air and gas എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ Cp എയർ ആൻഡ് Cp ഗ്യാസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ക്വാണ്ടിറ്റീസ് വേണ്ട, രണ്ടിടത്തും Cp ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ, 1. ഗാമയുടെ വാല്യൂ 1.4 മാത്രമേ ഉള്ളൂ, എയറിനും ഗ്യാസിനും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ ദ കലോറിഫിക് വാല്യൂ ഈസ് ഓൾസോ ഗിവൺ ആസ് 41720 kilojoules per kilogram. സോ യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് 1 to 2 പ്രോസസ് കൺസിഡർ ചെയ്യാം. 1 to 2 is an isentropic process, and for that isentropic process we have the equation T2 by T1 is equal to P2 by P1 the whole raised to gamma minus 1 by gamma. ഇതിൽ നമുക്ക് അറിയാത്ത വാല്യൂ ആയിട്ട് ആകെ ഉള്ളത് T2 മാത്രമാണ്. T1ൻ്റെ വാല്യൂ നമുക്കറിയാം 300 Kelvin, P1 അറിയാം, P2 അറിയാം, ഗാമയുടെ വാല്യൂ അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും we can find the value of T2 and we got the value of T2 as 445.798 Kelvin. Okay, then ക്വസ്റ്റ്യനിൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ പറഞ്ഞിട്ടുണ്ട്. സോ 2 ആയിരിക്കില്ല നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് പോയിൻറ്റ്, കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് പോയിൻറ്റ്, പകരം 2' ആയിരിക്കും. ഓക്കെ, ആൻഡ് 2' കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് എ കംപ്രസർ. കംപ്രസറിൻ്റെ കേസിൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ്. ഐസെൻട്രോപ്പിക് വരുമ്പോഴത്തേക്കും T2 minus T1 divided by T2' minus T1. Okay, it is given as 0.80 isentropic efficiency. T2 minus T1 divided by T2' minus T1. ഈ ഇക്വേഷനിലും നമുക്ക് T1 അറിയാം, T2 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ 0.80 എഫിഷ്യൻസി വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can find the value of T2' and we got the value of T2' is equal to 482.247 Kelvin. Okay, ദെൻ അടുത്ത പോയിന്റിൽ നോർമലി നമുക്ക് ഗ്യാസ് ടർബൈൻ്റെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ദി മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ടർബൈൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു 3 എന്ന് പറയുന്ന പോയിന്റ് ടെമ്പറേച്ചർ വാല്യൂ എത്രയാണെന്നത് പറഞ്ഞിട്ടുണ്ടാവും.
പക്ഷേ ഇവിടെ ആ ഒരു പോയിന്റിൽ ടെമ്പറേച്ചർ വാല്യൂ പറഞ്ഞിട്ടില്ല. സോ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നോക്കാനുള്ളത്. നമുക്കറിയാം 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് എപ്പോഴാണ്? നമ്മൾ 2' എന്ന കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിലോട്ട് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കമ്പഷൻ ചേമ്പറിൽ വെച്ച് ആഡ് ചെയ്യുമ്പോഴാണ് ഈ 3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ പോയിന്റ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് വി ക്യാൻ ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആഡഡ് ഇൻ ദ കമ്പഷൻ ചേമ്പർ, നമുക്ക് 3 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ എത്രത്തോളമാണ് ഹീറ്റ് ആഡ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് എയർ ഫ്യൂൽ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ദെൻ മാസ് ഓഫ് എയർ ഫ്ലോ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ദെൻ വി ഹാവ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി, വി ഹാവ് ദി കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ. ഓക്കെ, കലോറിഫിക് വാല്യൂ ഫ്യൂവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കമ്പഷൻ ചേമ്പറിൽ ബേൺ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ കലോറിഫിക് എനർജി കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് എനർജി കാരണമാണ് ഈ ഒരു T3 എന്ന് പറഞ്ഞ ഹയർ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ആ ഫ്യൂവലിൻ്റെ കലോറിഫിക് വാല്യൂ എത്രത്തോളം ഫ്യൂവലാണ് ബേൺ ചെയ്തതെന്നും കൂടെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി ഒബ്റ്റെയിൻ ദിസ് കണ്ടീഷൻ, അല്ലെങ്കിൽ Q1 എന്ന് പറയുന്നത് ഇത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ദി ഹീറ്റ് ആഡഡ് ബിറ്റ്വീൻ 2' ആൻഡ് 3, നമ്മുടെ ആക്ച്വൽ പോയിൻ്റ് ആയിട്ടുള്ള 2'നും 3ക്കും ഇടയിൽ ഈ സെക്ഷനിടയിൽ ആഡ് ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ദി മാസ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ ആയിരിക്കും. ഓക്കെ, മാസ് ഓഫ് ഫ്യൂവൽ മാത്രമേ ഉള്ളൂ, മാസ് ഓഫ് ഫ്യൂവൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫ്യൂവൽ. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാസ് ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം ഉള്ളത് മാസ് ഓഫ് എയർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ ഫ്യൂൽ റേഷ്യോയും പറഞ്ഞിട്ടുണ്ട്. സോ ഇത് രണ്ടും യൂസ് ചെയ്താൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് MF. ഓക്കെ, അല്ല MFൻ്റെ വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് റേഷ്യോസ് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. പക്ഷേ എളുപ്പം നമ്മൾ MF കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. സോ രണ്ട് സൈഡിലെയും ക്വാണ്ടിറ്റീസ് അപ്ലൈ ചെയ്യാം. ഹീറ്റ് ആഡഡ് ബിറ്റ്വീൻ 2' ആൻഡ് 3. ഓക്കെ, 2' എന്ന പോയിന്റിൽ വെച്ച് നമ്മൾ 1ൽ നിന്ന് കംപ്രസ് ചെയ്തെടുത്ത MA കിലോഗ്രാം ഓഫ് എയർ ഉണ്ട്, പ്ലസ് കമ്പഷൻ ചേമ്പറിൽ ആഡ് ചെയ്യുന്ന MF കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ മാസ് ഇൻറ്റു CP വാല്യൂ നമുക്ക് എയറിനും ഗ്യാസിനും രണ്ടിനും 1 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാസ് ഇൻറ്റു CP വാല്യൂ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T2'. MA പ്ലസ് M ഫ്യൂവൽ ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2' എന്ന് പറയുന്നതാണ് ഹീറ്റ് ആഡഡ് ബിറ്റ്വീൻ 2' ആൻഡ് 3, which is equal to mass of fuel into calorific value. Mass of fuel MF into calorific value. Mass of fuel we have 0.03125. നമ്മൾ ആ റേഷ്യോയിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ ആണ് 0.03125 ഇൻറ്റു calorific value is given us 41720. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ വാല്യൂ as 13.0375 × 10⁻². ഓക്കെ, ഇസ് ഈക്വൽ ടു 1303.75 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മാസ് ഓഫ് ഫ്യൂൽ ഇൻറ്റു കലോറിഫിക് വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും. ദെൻ ഇപ്പർ സൈഡിൽ നമുക്ക് മാസ് ഓഫ് എയർ പ്ലസ് മാസ് ഓഫ് ഫ്യൂൽ. മാസ് ഓഫ് എയർ 2.5 ആയിരുന്നു, ഫ്യൂവലിൻ്റെത് 0.03125 ആഡ് ചെയ്യണം. CPയുടെ വാല്യൂ 1 ആണ്. ദെൻ T3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി, സോ അതോടെ ഇരിക്കട്ടെ, മൈനസ് T2'. T2'ൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ T2'ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ ഫൈൻഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് T3 ഈസ് ഈക്വൽ ടു 997.308 Kelvin. Okay, this will be the maximum temperature in the cycle, or the inlet temperature of turbine. നടക്കുന്നത് ഓപ്പൺ സൈക്കിൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് ടർബൈനിലാണ്. സോ ഹീറ്റ് അഡിഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ തന്നെയായിരിക്കും. സോ ദ പ്രഷർ P3 എന്ന് പറയുന്നത് P2 തന്നെയായിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, സോ നമ്മൾ T3 വരെയുള്ള പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്ത് നമുക്കുള്ളത് 3 to 4 വി ഹാവ് ദി എക്സ്പാൻഷൻ പ്രോസസ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് അടുത്തുള്ളത്. ഓക്കെ, അവിടെയും നമുക്ക് വീണ്ടും നമ്മുടെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് T3/T4 is equal to P3/P4 the whole raised to gamma minus 1/gamma. ആ ഇക്വേഷനിൽ നമുക്ക് 3യുടെ വാല്യൂ അറിയാം, ദെൻ P3
P3 is equal to P2 നമുക്ക് വാല്യൂ അറിയാം. അതുപോലെ തന്നെ P4 is equal to P1 അതിൻ്റെ വാല്യൂ നമുക്കറിയാം. അൺനോൺ ആയിട്ടുള്ള ഒരേ ഒരു ക്വാണ്ടിറ്റി ഈസ് T4. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് T4 is equal to T3 into P4 by P3 the whole raised to gamma minus 1 by gamma. P4ൻ്റെയും P3യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗാമയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് T4ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എഗെയിൻ ക്വസ്റ്റ്യനിൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതായിരിക്കില്ല ടർബൈൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് പോയിൻറ്റ്, പകരം ഇവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് പോയിൻറ്റ്. T4-ൻ്റെ വാല്യൂ T4-നേക്കാളും ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡ്രോപ്പ് ഇൻ ഹീറ്റ് ഡിവൈഡഡ് ബൈ ഐസെൻട്രോപ്പിക് ഡ്രോപ്പ് ഇൻ ഹീറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് T3 minus T4 divided by T3 by minus T4. T3 minus T4 divided by T3 minus T4 എന്നാണ് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ 0.85 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് T4 is equal to 702.064 Kelvin. ഓക്കെ, ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എഫിഷ്യൻസി ആണ്. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദി നെറ്റ് വർക്ക് ആൻഡ് ദി ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, നെറ്റ് വർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഒബ്റ്റെയിൻ ദി ടർബൈൻ വർക്ക് ആൻഡ് കംപ്രസർ വർക്ക്. സോ ഫസ്റ്റ് നമുക്ക് കംപ്രസർ വർക്ക് നോക്കാം. കംപ്രസർ വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതൊക്കെ പോയിൻറ്റ്സിൻ്റെ ഇടയിലായിരിക്കും? കംപ്രസർ വർക്ക് വിൽ ബി ടേക്കൺ ബിറ്റ്വീൻ 2' and 1 അല്ലേ? MCP എയർ ഇൻറ്റു T2' minus T1. MCP എയർ ഇൻറ്റു T2' minus T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ ദ കംപ്രസർ വർക്കേഴ്സ് 455.617. അതുപോലെ തന്നെ ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്ത വർക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിക്കും MCP ഗ്യാസ് വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ CP എയറും CP ഗ്യാസും രണ്ടും ഒരേ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ടേക്ക് ദാറ്റ് as CP ഇൻറ്റു ടർബൈൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റിലുള്ള ടെമ്പറേച്ചേഴ്സ്. ദാറ്റ് മീൻസ് T3 and T4' ആക്ച്വൽ ഔട്ട്പുട്ട് പോയിൻറ്റ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരു വ്യത്യാസം വെച്ചാൽ മാസിൻ്റെ കേസിലാണ്. കാരണം കംപ്രസറിൻ്റെ കേസിൽ നമുക്ക് മാസ് ഓഫ് എയർ മാത്രം എടുത്താൽ മതി. ടർബൈനിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വന്ന മാസ് ഓഫ് എയറും ഉണ്ട്, ഇവിടെ നിന്ന് ആഡ് ചെയ്ത മാസ് ഓഫ് ഫ്യൂവലും ഉണ്ട്. സോ മാസ് ഓഫ് എയർ പ്ലസ് മാസ് ഓഫ് ഫ്യൂവൽ ഓർ മാസ് ഓഫ് ഗ്യാസ് ഇൻറ്റു CP ഓഫ് ദ ഗ്യാസ് വാല്യൂ which is same as CP എയർ ഇൻറ്റു T3 minus T4' എന്ന് വരും. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ ദ ടർബൈൻ വർക്ക് ആസ് 747.336 kilowatts. ഓക്കെ, സോ വർക്ക് കംപ്രസറും വർക്ക് ടർബൈനും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ നെറ്റ് വർക്ക് വാല്യൂ. ദ നെറ്റ് വർക്ക് വിൽ ബി ഈസ് ഈക്വൽ ടു ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക്. ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്ത വർക്കിൽ എത്രത്തോളമാണോ കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ നെറ്റ് വർക്ക്. ഇറ്റ്സ് വാല്യൂ ഈസ് 291.719 kilowatts എന്ന് കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെർമൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. തെർമൽ എഫിഷ്യൻസി ഈക്വൽ ടു നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി MA plus MF ഇൻറ്റു T3 minus T2' എന്ന ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട, പകരം സിമ്പിളായിട്ട് നമുക്ക് മാസ് ഓഫ് ഫ്യൂവലും കലോറിഫിക് വാല്യൂ അവൈലബിൾ ആണ്. സോ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ വാല്യൂ 1303.75 ആണെന്ന്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ ദ തെർമൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.223%. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതിൽ എയർ ഫ്യൂവൽ റേഷ്യോ അല്ലെങ്കിൽ ഫ്യൂവൽ എയർ റേഷ്യോ തന്നിരിക്കുന്നത് എന്തിനാണ്, അത് യൂസ് ചെയ്താൽ എങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചെല്ലാം, അത് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്.